കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. അതായത് കേരളം ഭരിക്കുന്ന CPM ഉൾപ്പെടെയുള്ള LDF മുന്നണിയും കേന്ദ്രം ഭരിക്കുന്ന BJPയുമായിട്ട് ഡീല് ഉണ്ട്. CPM പറയുന്നു ഡീലില്ല, കോൺഗ്രസുമായിട്ടാണ് BJP ഡീലെന്ന് പറയുന്നു. വാദപ്രതിവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്തും ഇതേപോലെയുള്ള ഡീല് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. അതിനകത്ത് CPIക്കാർ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു. നിങ്ങൾക്കറിയാം, അതിനെപ്പറ്റി അന്വേഷണം ഉണ്ടായി. അന്നുണ്ടായിരുന്ന ADGP അജിത് കുമാറിനെതിരെ അന്വേഷണം നടന്നു. അതായത് തൃശ്ശൂർ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി, സുരേഷ് ഗോപിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയുമായി ബന്ധപ്പെട്ട്. പിന്നീട് അത് കേരളത്തിലെ താഴേക്കിടയിലും ഇതിൻ്റെ ഒരു ഡിബേറ്റും ഡിസ്കഷനും നടന്നു. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടും ഇതേപോലെയുള്ള ഡീലിൻ്റെ കാര്യം പറയുന്നു. പ്രത്യേകിച്ച് BJP മത്സരിക്കുന്ന 10ഓളം സീറ്റുകൾ, അതിൽ 15ഓളം സീറ്റുകളിൽ CPMുമായിട്ടൊരു ധാരണയുണ്ടായി. അതായത് പിണറായി വിജയനുമായിട്ടൊരു ധാരണയുണ്ടായി. പലയിടത്തും BJPയുടെയും അതായത് 2020 BDJS പല കാൻഡിഡേറ്റ്സും, അത് നിങ്ങൾക്കറിയാവുന്നതാണ്, അവർ ജയിക്കുന്നതിനേക്കാൾ ഉപരി നല്ലൊരു ഫൈറ്റ് കൊടുക്കാം എന്ന് താല്പര്യമുള്ള പല കോൺസ്റ്റിറ്റ്യുവൻസികളിലും വീക്കായിട്ടുള്ള കാൻഡിഡേറ്റുകൾ വന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, തൃപ്പൂണിത്തറ, കൊടുങ്ങല്ലൂർ, അതേപോലെ തന്നെ കോന്നി, ഏറ്റുമാനൂർ, പല മണ്ഡലങ്ങളിലും. നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരാം. ഈ ഡീല്, അതായത് BJPയുമായിട്ടും മോദിയുമായിട്ടും പിണറായി വിജയൻ്റെ ഡീലുണ്ടോ ഇനി? ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ ചോദ്യങ്ങളുടെ റിപ്ലൈ, അതായത് എൻ്റെ ഉത്തരം നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്കറിയാം, പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആദ്യത്തെ മന്ത്രിസഭ വരുന്നു, രണ്ടാമത്തെ മന്ത്രിസഭ വരുന്നു. അതേപോലെ തന്നെ മോദിയുടെ ഏകദേശം 11 വർഷം കഴിഞ്ഞ് 12ാമത്തെ വർഷം, 12.25 വർഷത്തിലോട്ട് പോകുന്ന മോദി മന്ത്രിസഭ. ഇന്ത്യയിൽ നോൺ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും സെൻട്രൽ ഏജൻസിയുടെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളുണ്ടായി. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, പല കോൺഗ്രസിൻ്റെ പല അഴിമതിക്കാരായ പല നേതാക്കളും BJP പോയി അതിനകത്ത് അവരെ വൈറ്റ് വാഷ് ചെയ്ത്, അതിൻ്റെ അകത്തൊരു നേതാവ് ഇപ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ട്, കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്നു, ഇപ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ട് മുന്നിൽ നിർത്തി BJP ആസാമിൽ മത്സരിക്കുന്നു. അങ്ങനെ പല നേതാക്കൾ, ഇഷ്ടം പോലെ നേതാക്കൾ, അതിന് കോൺഗ്രസ്സുകാരും ഇവിടുത്തെ പൊളിറ്റിക്കൽ എക്സ്പേർട്ടുകളൊക്കെ പറയുന്നത്, അതായത് വാഷിംഗ് മെഷീൻ്റെ അകത്ത് ഇട്ടിരുന്ന് അവരെ വെളുപ്പിച്ചിങ്ങെടുക്കുകയാണ്. ഇങ്ങനെ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായി. അതിനകത്ത് വലിയ സത്യങ്ങൾ തന്നെയുണ്ട്. കൊല്ലപ്പെട്ട അജിത് പവാർ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി, ഡെപ്യൂട്ടി CM, അയാൾക്കെതിരെ 81,000 കോടിയുടെ അഴിമതിയായിരുന്നു. അത് പൂർണ്ണമായിട്ടും മാറ്റി. എനിക്കറിയാവുന്ന കേസ്, അതായത് നാരദ സ്കാം പശ്ചിമ ബംഗാളിൽ ഞാനാണിത് പുറത്തു കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഈ സംഭവം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല നേതാക്കളും, മുകുൾ റോയ്, അങ്ങനെ പല ആൾക്കാരും TMC വിട്ട് BJP പോയി. അവരെ അതിൻ്റെ അകത്ത് അവരുടെ കേസുകളെല്ലാം, അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറി. അത് കഴിഞ്ഞ് അവർ തിരിച്ച് TMC പോയി. അത് മമതയെന്ന് പറഞ്ഞാൽ അവരുടെ ഈ പരിപാടി ഒന്നും നടക്കത്തില്ല. മമത തന്നെ പറഞ്ഞായിരിക്കും അവരോട് BJP പോയി കേസ് മാറിയിട്ട് തിരിച്ചു വരാൻ. ഇനി നമുക്ക് കേരളത്തിലോട്ട് വരാം. എന്താണ് ഇത് സംഭവിച്ചത്? നമ്മൾ നോക്കണം. ഈ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ്റെ മന്ത്രിസഭ കമ്മ്യൂണിസ്റ്റുകാരനാണ്, പ്രത്യേകിച്ച് കണ്ണൂർ സഖാവാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ദഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളെ യാഥാർത്ഥ്യം, സത്യം എന്തുവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാവും. അതിൽ ഒന്നാമത്തെ കാര്യം എടുക്കാം. നിങ്ങൾ എത്ര പേര് ഇത് SNC ലാവ്ലിൻ കേസിൻ്റെ ചാർജ് ഷീറ്റ് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനത് വായിച്ചിട്ടുണ്ട്. കേരള ഹൈക്കോർട്ടിൽ മുഖ്യമന്ത്രിക്ക് ചാർജ് ഷീറ്റിനെതിരെ വാദിച്ചത് ഹരീഷ് സാൽവെയാണ്. അദ്ദേഹം പ്രത്യേകിച്ച് BJPയായിട്ടും മോദിയായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരു ലോയർ, സീനിയർ സോളിസിറ്റർ ജനറൽ ആയിരുന്നു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ. വളരെ സീനിയർ ആയിട്ടുള്ള ലോയറാണ് ശ്രീ സാൽവെ. അത് കഴിഞ്ഞിട്ട് ഈ കേസ് സുപ്രീം കോടതിയിൽ പോകുന്നു. അതായത് അപ്പീൽ കൊടുക്കുന്ന CBI ആണ്. ക്ഷമാപണം ഉൾപ്പെടെ എഴുതി കൊടുത്ത ശേഷമാണ് അപ്പീൽ കൊടുത്തത്. കാരണം ലേറ്റായിപ്പോയി. അപ്പീൽ കൊടുക്കുന്നു.
പിണറായി വിജയൻ 10 വർഷം പൂർത്തിയാക്കി അടുത്ത 3ാമത്തെ ടേം മുഖ്യമന്ത്രി ആവുന്നിടം വരെ, അതായത് ഇലക്ഷൻ മത്സരിക്കുന്ന ഈ സന്ദർഭം വരെ കേന്ദ്ര സർക്കാരിൻ്റെയാണ് CBI എന്ന് പറയുന്നത്. CBIയുടെ ഏറ്റവും വലിയ സീരിയസ് ആയിട്ടുള്ള വലിയ കേസുകളിലൊക്കെ അപ്പിയർ ചെയ്യുന്നത് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സോളിസിറ്റർ ജനറലും അറ്റോർണി ജനറലും അതേപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള ലോയേഴ്സാണ് അപ്പിയർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ വരെ SNC ലാവലിൻ്റെ കേസ് സുപ്രീം കോടതി തള്ളുകയോ കൊള്ളുകയോ ചെയ്യാൻ? അതിൻ്റെ കാര്യമുണ്ടോ? കേസ് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി സുപ്രീം കോർട്ടിൻ്റെ ചരിത്രം എടുക്കുക. ഇതേപോലൊരു കേസ് വന്നു കഴിഞ്ഞാൽ കൂടിപ്പോയ 1 വർഷം 2 വർഷം അതിനുള്ളിൽ ഇതിനൊരു ഉത്തരം കൊടുക്കും. പക്ഷെ കഴിഞ്ഞ 9 വർഷമായിട്ട് SNC ലാവലിൻ കേസിനകത്ത് സുപ്രീം കോർട്ടിൻ്റെ ഒരു ഡിസിഷനും ഉണ്ടായിട്ടില്ല. CBI എപ്പോഴും അതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോവുക. അപ്പം എൻ്റെ ഒരു ചോദ്യം, അതിൻ്റെ അകത്ത് ഡീല് നടന്നോ ഇല്ലേ? ഉത്തരം പറയേണ്ടത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഈ പറയുന്ന പിണറായി വിജയനെയൊക്കെ താങ്ങി കിടക്കുന്നവരും BJP ഇങ്ങനെ മോദിയൊക്കെ പൊക്കി അടിക്കുന്നവരാണ് ഉത്തരം പറയേണ്ടത്. ഇതിൻ്റെ അകത്ത് ഡീല് നടന്നോ ഇല്ലയോ? രണ്ടാമത്തൊരു കാര്യം പറയാം. വീണ വിജയനെതിരെ ആ കേസിൻ്റെ ആ സംഭവം അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അവർ ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നു. മനസ്സിലാക്കുക, ഈ കേസ് പൊങ്ങി വരുന്നത് പ്രത്യേകിച്ച് സുപ്രഭാതി പൊങ്ങി വന്ന കേസൊന്നുമല്ല. അതുമായി ബന്ധപ്പെട്ട് ഈ കേസെന്ന് പറയുന്നത്, അതായത് ഈ വീണ വിജയനെതിരെയുള്ള കേസ് CMR അവർക്കെതിരെ അന്വേഷണം നടത്തി ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ. അതിനകത്ത് ഇവരുടെ റിട്ടേൺസും എല്ലാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഓഡിറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പണം, അതായത് ഇത്ര എമൗണ്ട് മാസം ഇത്ര രൂപ വെച്ച് ഇത്ര കോടി എമൗണ്ട് വീണ വിജയൻ്റെ കമ്പനിയിലോട്ട് പോയി. അപ്പോൾ അത് എന്തിനാണ് എന്നുള്ള രീതിയിൽ ഇതിനെപ്പറ്റി ഫർദർ അന്വേഷണം നടത്തി. അപ്പോൾ ഈ CMRൻ്റെ ഒഫീഷ്യൽസ് തന്നെ പറഞ്ഞത് അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇങ്ങനൊരു സംഭവം ഒരു ഫണ്ടിങ് ആയിട്ട് ഏർപ്പെടുത്തിയതാണ്, അല്ലാതെ കാര്യങ്ങളൊന്നും. ഇതൊക്കെ ഈ പറയുന്ന അവരുടെ മൊഴിക്കകത്ത് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ പബ്ലിക് ഡോക്യുമെൻറ്റുമാണ്, നിങ്ങൾക്കറിയാവുന്നത്. അത് ഇൻകം ടാക്സിൻ്റെ ഈ പറഞ്ഞതൊക്കെ ഡോക്യുമെൻറ്റിലുള്ള കാര്യമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതേപോലെ കേരളത്തിലുള്ളൊരു പ്രൈവറ്റ്, അതായത് ഒരു പ്രൈവറ്റ് വ്യവസായിയുടെ കയ്യിൽ നിന്ന് മന്ത്ലി ഇത്ര ലക്ഷം രൂപ വെച്ച് വാങ്ങി. അത് മൈക്രോസോഫ്റ്റിൻ്റെ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന വിൻഡോ, അതിൻ്റെ വേർഷൻ, അത് അതിൻ്റെ ഓഫീസ് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അതിൻ്റെ മെയിൻ്റനൻസ്, അതെങ്ങനെ പോവുകയാണെങ്കിലും ഇപ്പോൾ 10, 20 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 40 സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ പറയുന്ന വിൻഡോസിൻ്റെ ഈ സിസ്റ്റം, അതായത് ഈ പറയുന്ന ഇതെല്ലായിടത്തും ഉള്ള സിസ്റ്റം, ഇത് ഇഷ്ടംപോലെ പിറേറ്റഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന സംഭവമാണ്. പൈറേറ്റഡ് ആയിട്ട് ഈ സാധനത്തിൻ്റെ വിലയെന്ന് പറയുന്നത് ആകെ ഇത്ര രൂപയേ ഉള്ളൂ. ഇതിൻ്റെ ഇയർലി മെയിൻ്റനൻസ് പറയുന്നത് ഇത്ര രൂപയേ ഉള്ളൂ. ഏകദേശം 1-1.5 ലക്ഷം രൂപ ഒരു വർഷം കൊടുക്കേണ്ട സംഭവം എല്ലാ മാസവും പിണറായി വിജയൻ്റെ മകൾക്ക് ഇത്ര ലക്ഷം രൂപ വെച്ച് CM കർത്തയുടെ കമ്പനി കൊടുത്തുകൊണ്ടിരുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ പറയുന്നത്, അതായത് പ്രോഫിറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ചിട്ട് മകൾക്ക് വേണ്ടി പണം കൈക്കൂലിയായിട്ട് വാങ്ങി. ഇതാണ് സംഭവം. സീരിയസ് കേസാണ്. എന്നിട്ട് ഈ കേസ് എവിടെ പോയെന്ന് നിങ്ങൾക്കെല്ലാം അറിയും. PC ജോർജിൻ്റെ മോൻ ഷോൺ ജോർജ് അവരൊക്കെ വലിയ പത്രസമ്മേളനമൊക്കെ നടത്തി വലിയ സംഭവമായിട്ടാണ് ഈ കേസ് കൊണ്ടുവന്നത്. എന്നിട്ട് ഈ കേസ് എവിടെ പോയി? എൻ്റെ ചോദ്യമാണ്. ഈ BJPക്കാരും പറയാം, CPM-കാരും പറയാം, ഈ കേസ് എവിടെ പോയി? കോൺഗ്രസ്സുകാരും പറയാം. അവർ ഈ പറയുന്ന രീതിയിൽ പല മാച്ച് ഫിക്സിങ്ങും ഡീലിങ്ങും നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് വലിയൊരു ഇഷ്യൂ ആക്കാവുന്ന കേസാണ്. എവിടെ പോയി ആ കേസ്? പിന്നെ നിങ്ങൾക്കറിയാം ഗോൾഡ് സ്മഗ്ലിംഗ്, അതായത് സ്വർണ്ണക്കൊള്ള. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ 2 പ്രാവശ്യമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് കോംപ്രമൈസ് ചെയ്തു. കേസ് കേന്ദ്ര ഏജൻസികൾ, ഇതെല്ലാം അന്വേഷിച്ച കേന്ദ്ര ഏജൻസികളാണ്. എന്നിട്ട് ഈ കേസ് എവിടെ പോയി? പ്രധാനപ്പെട്ട 3 കേസുകളെ പറ്റിയേ ഞാൻ പറയുന്നുള്ളൂ, ബാക്കിയും കാണുമായിരിക്കും കേസ്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങളിത് ഫിക്സിങ് നടന്നില്ല, ഡീല് നടന്നില്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് എത്ര സത്യമുണ്ട്? ഞാൻ പറയുന്നു ഇതിൻ്റെ അകത്ത് ഡീല് നടന്നു. ഈ ഡീലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യാതിരുന്നത്. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അതിൻ്റെ പ്രത്യോപകാരമാണ് തൃശ്ശൂർ നടന്നത്. സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസി തൃശ്ശൂർ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വന്നിരിക്കുന്ന ഇവിടുന്ന് കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ നിന്ന്. അതെങ്ങനെ അങ്ങനൊരു തിരിമറി ഉണ്ടായത്? ഉറപ്പായിട്ട് സുരേഷ് ഗോപി ആ കോൺസ്റ്റിറ്റ്യുവൻസി ശരിക്കും വർക്ക് ചെയ്തു.
പക്ഷെ ഇത്രമാത്രം ഭൂരിപക്ഷം എങ്ങനെയുണ്ട്? അതാണ് ഡീല് നടന്നു. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഡീലറും ബീലറുമായി മാറി. അതിന് ഇതിൽ കൂടെ സത്യം എന്ത് വേണം? അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കൂ, ഓരോ ഉദാഹരണം പറഞ്ഞു തരാം. അരവിന്ദ് കെജ്രിവാൾ മദ്യക്കേസ് നിങ്ങൾക്കറിയാം. ഡൽഹിയുടെ ട്രയൽ കോർട്ട്, അത് ഞാനീ പറയുന്ന CBI കോർട്ടിൻ്റെ വിറ്റ്നസ് അതിന് തൊട്ടടുത്ത കോർട്ട്. ആ ട്രയൽ കോർട്ടിൽ ഈ ചാർജസ് വന്നു കഴിഞ്ഞപ്പോൾ അവർ തള്ളി ഊരെ കളഞ്ഞു. അതുപോലും ഇല്ലാതെ സെർവിങ് മുഖ്യമന്ത്രിയെ പിടിച്ചകത്തിട്ടു മോദി ഗവൺമെൻറ്. എന്നിട്ട് കോർട്ട് പറയുന്ന തെളിവില്ല, ഇതുള്ള ദൂരെ കളയുക. ജാർഖണ്ഡ് CM, സെർവിങ് CM ഹേമന്ത് സോറൻ, അയാളെ അറസ്റ്റ് ചെയ്യുന്നു CBI. അഴിമതി കേസ്. ആ കേസ് നിങ്ങളത് വായിച്ചു നോക്കണം. അയാളുടെ സഹായിയുടെ വീട്ടിൽ നിന്നാണ് പണം എടുത്തിരിക്കുന്നത്, അയാളുടെ കയ്യിൽ നിന്ന് പോലും അല്ല. എന്നിട്ട് അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു, അയാൾ റിസൈൻ ചെയ്തു, വീണ്ടും ഇലക്ഷൻ വന്നു, വീണ്ടും അയാൾ അധികാരത്തിൽ വന്നു. അപ്പം ഇതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ തെളിവ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉണ്ട്, വീണ വിജയനെതിരെ ഉണ്ട്. എന്നിട്ട് ഇത് ഡീല് നടന്നില്ല എന്ന് പറയുന്നൊരു ഉദ്ദേശം എന്തു? 10ഓളം കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇപ്രാവശ്യം അസംബ്ലി ഇലക്ഷൻ, ഇത് സത്യമാണ്, സംഭവം സത്യമാണ്. അതായത് BJPയെ വിജയിപ്പിക്കാമെന്നുള്ള ധാരണ മുഖ്യമന്ത്രിയുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഡീൽ എന്ന് പറയുന്നത്. ഈ ഡീല് സാധാരണ പാർട്ടി പ്രവർത്തകർ തള്ളിക്കളഞ്ഞു ഇപ്രാവശ്യം. അതാണ് യാഥാർത്ഥ്യം. പലയിടത്തും BJP ജയിക്കാവുന്ന പല സീറ്റുകളിലും, ഈ പറയുന്ന പല സീറ്റുകളിലും നിങ്ങൾക്കറിയാം, അവിടെ ഈ പറയുന്ന 2020 BDJSനും സീറ്റുകൾ കൊടുത്തു. അതിനെപ്പറ്റി BJP നേതാവ് ചന്ദ്രശേഖർ പറയുന്നത് സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ആ കൃന്തൊന്നുമല്ല, ചില ആൾക്കാരെ ജയിപ്പിക്കണം, ചില ആൾക്കാരെ തോൽപ്പിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നടന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ കാര്യം പറയാം, ഈ പറയുന്ന പിണറായി വിജയൻ മോദി ഡീല് 2026 ഇലക്ഷനിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അതിൻ്റെ കാര്യം താഴേക്കിടയിൽ വരെ, അതായത് CPMന് വോട്ട് ചെയ്യുന്ന അവർ താഴേക്കിടയിലുള്ള പല മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയ്ക്ക് കൃത്യമായിട്ടറിയാം മോദിയും പിണറായി വിജയനുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡീലാണ് ഈ സംഭവങ്ങൾ മുഴുവനും നടന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പിണറായി വിജയൻ രക്ഷപ്പെട്ടിരിക്കുന്നത്, വീണ വിജയൻ രക്ഷപ്പെട്ടിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സീനിയറായിട്ടുള്ള ആൾക്കാർ, അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറി ടു CM ശിവശങ്കർ പിടിച്ച് അറസ്റ്റ് ചെയ്ത് 2 പ്രാവശ്യം പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. എന്നിട്ട് ഈ മുഖ്യമന്ത്രി ഒരു പ്രാവശ്യം പോലും ക്വസ്റ്റ്യൻ ചെയ്തില്ല. അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കംപ്ലീറ്റ് ആയിട്ട് കോംപ്രമൈസ് ചെയ്ത് സെൻട്രൽ ഏജൻസി പറയുന്നുണ്ട്. അതായത് അവിടെ പോകുമ്പോൾ പൂർണ്ണമായിട്ട് നിൽക്കുകയാണ്. വീണ വിജയനും ഈ നോട്ടീസെല്ലാം കൊടുത്തു, പല ആവർത്തി ക്വസ്റ്റ്യൻ ചെയ്തു, പക്ഷേ മേപ്പോട്ട് പോയില്ല. അവിടെയാണ് ഡീൽ ഇവരൊന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. പിന്നെ BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പിനെ അവരുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ്. അവർക്ക് കൃത്യമായിട്ടറിയാം കേരളത്തിലെ BJPക്ക് എന്ന് പറയുന്നത് ഈ RSS ഏറ്റവും കൂടുതൽ ശാഖകളുള്ളതാണ് ഇന്ത്യയിലെ RSSന്. അവർക്ക് ഈ 6%, 7% വോട്ടിൽ കൂടുതൽ കിട്ടില്ല എന്നവർക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഒരു വേവ് ഉണ്ടാക്കണം, ഒരു പെനട്രേഷൻ ഉണ്ടാക്കണം. അതിന് CPMൻ്റെ, അതായത് പിണറായി വിജയനെ കറക്റ്റായിട്ട് ട്രാപ്പ് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്തു. ഇതാണ് ഉണ്ടായത്. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിൻ്റെ പേരിലാണ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ അത് 20% മാറും. പക്ഷേ പഞ്ചായത്ത് ഇലക്ഷനിൽ അത് നേരെ 14% മാറി. കൂടുതൽ ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞു ഇത് ഡീലിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഇനി വരാനുള്ള നിയമസഭാ ഇലക്ഷനിൽ കൂടുതൽ സഖാക്കളെ ഇത് താപ്പോട്ട് പോവാണ്. BJPയുടെ പല ലീഡേഴ്സിന് പറയും ഈ ഡീലുണ്ടെന്ന്. അതായത് മോദിയുമായിട്ട് BJP കേന്ദ്രമന്ത്രിസഭയുമായിട്ട് ഡീൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി വളരെ ഫ്രീ സോണിൽ എല്ലാ കാര്യങ്ങളും നടത്തി കൊണ്ടുപോകുന്നത്. അതാണ് ഇതിൻ്റെ കാരണം. അതായത് പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് പറയാം, മുഖ്യമന്ത്രി പിണറായി വിജയനും നരേന്ദ്രമോദിയുമായിട്ട് ഡീലുണ്ടായിട്ടുണ്ട്. SNC ലാവ്ലിൻ ഉണ്ടായിട്ടുണ്ട്. വീണ വിജയൻ്റെ മറ്റേ എല്ലാ ഈ പ്രതിമാസം സംഭവം പണം വാങ്ങുന്ന ആ ഡീലുണ്ടായിട്ടുണ്ട്. അതേപോലെ ഗോൾഡ് സ്മഗ്ലിംഗ് ഡീലുണ്ടായിട്ടുണ്ട്. ആ ഡീലിൻ്റെ പ്രത്യോപകാരം മുഖ്യമന്ത്രിയെ വെറുതെ വിട്ടു. ഈ പറയുന്ന അതിൻ്റെ പ്രത്യോപകാരം മുഖ്യമന്ത്രി ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അതായത് സീറ്റുകൾ ജയിപ്പിച്ചു കൊടുക്കുക. ഇതാണ് ഡീല്. അല്ലെങ്കിൽ മനസ്സിലാക്കുക, ഒരു CPMൻ്റെ സപ്പോർട്ടൊന്നും ഇല്ലാതെ BJPക്ക് ഒരു കുന്തം ചെയ്യാൻ പറ്റത്തില്ല. കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് കൃത്യമായിട്ടാണ്. ഇത് വർഗീയതയല്ല. പക്ഷേ കേരളത്തിലെ മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ട് പിടികിട്ടി. പിണറായി വിജയൻ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടേഡാണ്. അതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് കഴിഞ്ഞ
ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിൽ പാർലമെൻറ്റ് ഇലക്ഷൻ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് പിണറായി വിജയനെ തോൽപ്പിക്കുക. CPM അല്ല അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. പിണറായി വിജയൻ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റഡ് ആണ് ബേസിക്കലി കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ. കാരണം ഡീൽ മേക്കറായി മാറി. ഒരു ഡീലറുമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറി. അതായത് ഒരു സീനിയർ CPM കേന്ദ്ര കമ്മിറ്റി അംഗം, വളരെ സീനിയർ ആയിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കണ്ണൂരിൽ വന്ന ഈ പിണറായി വിജയൻ ആദ്യകാലത്തൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പിന്നീട് ഈ കൈരളി എന്നൊക്കെ ചാനൽ തുടങ്ങി ഇയാൾ കമ്മ്യൂണിസം വിട്ട് പക്ക ക്യാപിറ്റലിസ്റ്റ് വീലറും ഡീലറുമായി മാറി. കാരണം ഈ പണക്കാർ ഈ പറയുന്ന സാമ്പത്തികമുള്ളവരെ പണം വാങ്ങാനും കൊടുക്കാനും, കാരണം ഇതൊന്നുമില്ലെങ്കിൽ മുന്നോട്ട് പോകില്ല എന്ന് അയാൾക്കും പിടികിട്ടി. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനല്ല, അയാളൊരു സോഷ്യലിസ്റ്റ് അല്ല, അയാൾ അവസരവാദിയാണ്, അതായത് ഡീൽ മേക്കറാണ്. അതാണ് കേരള ഇലക്ഷനിൽ കാണുന്ന ഏറ്റവും വലിയ എക്സ്പോസ് എന്ന് പറയുന്നത്. BJP ആയിട്ടും മോദിയുമായിട്ടും പിണറായി വിജയൻ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് കേരളത്തിൽ നടക്കുന്ന ഇലക്ഷൻ്റെ പ്രത്യേകത. അതാണ് കേരളത്തിൽ പൊളിയാൻ പോകേണ്ടത്. അതാണ് പൊളിയേണ്ടത്.